ക്വസ്റ്റ്യൻ നമ്പർ 15. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഒരു എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ I1 എന്നും I2 എന്ന് പറയുന്ന രണ്ട് ഇൻ്റഗ്രൽസും പറഞ്ഞിരിക്കുന്നു. കണ്ടുപിടിക്കേണ്ടത് 7I1 + 12I2. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ആ എഫ് ഓഫ് എക്സ് നോക്കാം. എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 7 tan x raised to 8 plus 7 into tan x raised to 6 minus 3 into tan x raised to 4 minus 3 into tan square x. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ് ആയിട്ട് അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും I1 ആണെങ്കിലും I2 ആണെങ്കിലും അതിനകത്തൊക്കെ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഈ ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്നും ഒരു 7 tan x raised to 6 കോമൺ ആയിട്ട് മാറ്റിയാലോ. 7 into tan x raised to 6 ഞാൻ കോമൺ ആയിട്ട് മാറ്റി ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന്, അല്ലേ? പിന്നെ അവിടെ ബാക്കി എന്താ വരിക? ഒരു tan square x-ഉം +1. ഇനി നോക്കി, അടുത്ത രണ്ട് ടേംസിൽ നിന്ന് വീണ്ടും ഞാൻ -3 tan square x കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ -3 tan square x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലേ, ഇവിടെ എന്താ കിട്ടുക? tan square x +1 എന്ന് തന്നെയാണ് കിട്ടുക. കണ്ടോ? അപ്പോൾ എനിക്ക് tan square x +1 കോമൺ ആയിട്ട് വീണ്ടും എടുക്കാം. അപ്പോൾ tan square x +1 കോമൺ എടുത്താൽ 7 into tan x raised to 6 minus 3 into tan square x into എന്ത് കിട്ടും? tan square x +1 എന്ന് കിട്ടത്തില്ലേ, അല്ലേ? അതായത് 7 into tan x raised to 6 minus 3 into tan square x into tan square x +1 എന്ന് പറയുന്നത് sec square x അല്ലേ? അപ്പോൾ into sec square x എന്ന് കിട്ടും. അപ്പോൾ ശരിക്കും നമുക്ക് എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് മാറ്റി എഴുതാനായിട്ട് സാധിച്ചു. കാരണം എന്താ? tan എക്സിൻ്റെ കറക്റ്റ് ഡെറിവേറ്റീവ് തന്നെയല്ലേ sec square x ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താ കിട്ടുക? ഇൻ്റഗ്രൽ, അല്ലേ? എന്താ ഇപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് വന്നിരിക്കുന്നത്? 7 into tan x raised to 6 minus 3 tan square x into sec square x into dx, അല്ലേ? അപ്പോൾ ഇതാണ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്താലോ, tan എക്സിന് ടി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. tan എക്സിന് ടി കൊടുത്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sec square x into dx നമുക്ക് എന്താ കിട്ടുക? dt എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ 7t raised to 6 minus 3t square into dt എന്ന് എഴുതാം, അല്ലേ? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തേ. 7t raised to 6 t raised to 7 അല്ലേ ഇൻ്റഗ്രൽ വരിക, മൈനസ് 3t സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ t³ അല്ലേ, പ്ലസ് c കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ടി നമുക്ക് മാറ്റി കൊടുക്കാം. എന്താ ടി? tan എക്സിനെ അല്ലേ നമ്മൾ ടി എന്ന് വിളിച്ചത്. അപ്പോൾ ടി ഉള്ളിടത്തൊക്കെ നമുക്ക് tan എക്സ് ഇട്ട് കൊടുത്താൽ tan എക്സിൻ്റെ റേസ് ടു 7 മൈനസ് tan³ x പ്ലസ് c. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, I1ഉം I2ഉം കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ I1 എടുക്കുന്നു. I1 ഇസ് ഈക്വൽ ടു എന്താ? I1 ഇൻ്റഗ്രൽ 0 to π/4 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണല്ലോ. ഇതിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് 0 to π/4 എന്ന് പറയുന്ന ലിമിറ്റ് കൊടുത്താൽ മതിയല്ലോ, I1 കിട്ടും. എന്തായിരുന്നു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്? tan x raised to 7 മൈനസ് tan x raised to 3, അല്ലേ? അപ്പോൾ അതിന് 0 to π/4 ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റായ π/4 കൊടുത്താൽ tan π/4 1 അല്ലേ? അപ്പോൾ 1 raised to 7 മൈനസ് 1³ മൈനസ്, ഇനി ലോവർ ലിമിറ്റായി 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ tan x എന്നുള്ളത് tan 0 ആകും, അഥവാ 0 ആകും. അപ്പോൾ ഇത് 0 raised to 7 മൈനസ് 0³. ചുരുക്കി പറഞ്ഞാൽ I1 നമുക്ക് എന്തായിട്ട് കിട്ടും? 0 ആയിട്ട് കിട്ടും. അപ്പോൾ I1 കിട്ടിയല്ലോ. ഇനി നമുക്ക് I2 കണ്ടുപിടിച്ചാലോ. I2 is equal to ഇൻ്റഗ്രൽ 0 to π/4 x into എഫ് ഓഫ് ഡി എക്സ്. ഇത് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്താലോ. എന്താ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അല്ലേ, എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ, പക്ഷേ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ദാ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് എന്തായിട്ടങ്ങ് എഴുതിയാൽ മതിയാകും? tan x raised to 7 minus tan cube x. ശരിയല്ലേ? യെസ്.
അപ്പോൾ ഇതാണ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അവിടെ വെച്ച് ലിമിറ്റും കൂടി ഇട്ടേക്കാം 0 to π/4 മൈനസ്, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആയി. ഇനി എന്ത് വേണം? മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, അപ്പോൾ അവിടെ ലിമിറ്റും കൂടെ കൊടുത്തേക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് അല്ലേ, ഡെറിവേറ്റീവ് എത്രയാ? 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചു. tan x raised to 7 മൈനസ് tan ക്യൂബ് എക്സ് അല്ലേ, മൈനസ് tan ക്യൂബ് എക്സ് ഇൻറ്റു ഡി എക്സ് കിട്ടും. കണ്ടോ? അപ്പോൾ ഇതാണ് I2. നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചാലോ? ആദ്യം നമുക്ക് ആ ലിമിറ്റ് അങ്ങ് കൊടുക്കാം. അപ്പർ ലിമിറ്റായ π/4 കൊടുത്താലേ ഒന്ന് നോക്കിയേ മക്കളെ, tan π/4 1 ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ 1 raised to 7 മൈനസ് 1 ക്യൂബ് അഥവാ 1 മൈനസ് 1 0 വരുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പർ ലിമിറ്റായ π/4 കൊടുത്താൽ 0 കിട്ടും. ലോവർ ലിമിറ്റായ 0 ആണ് നമ്മൾ എക്സിന് കൊടുക്കുന്നതെങ്കിൽ 0 ഇൻറ്റു എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അതും എന്താ 0 ആയിട്ട് മാറത്തില്ലേ. പിന്നെ മൈനസ് ഇൻ്റഗ്രൽ 0 to π/4 tan x raised to 7 മൈനസ് tan ക്യൂബ് എക്സ്. നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഒരു tan ക്യൂബ് എക്സിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. tan ക്യൂബ് എക്സ് കോമൺ ആയിട്ട് എടുത്താൽ പിന്നെ അവിടെ എന്താ വരിക? tan x raised to 4 മൈനസ് 1 എന്നല്ലേ കിട്ടുക, ഇൻറ്റു ഡി എക്സ്. ക്ലിയർ ആണോ? യെസ്. ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 0 to π/4 tan ക്യൂബ് എക്സ് ഇൻറ്റു, അടുത്ത് നോക്കി, tan x raised to 4 മൈനസ് 1നെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിൽ ചിന്തിച്ചാൽ അതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റുക? tan സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു tan സ്ക്വയർ എക്സ് പ്ലസ് 1 എന്നല്ലേ എഴുതാൻ പറ്റുക, ഇൻറ്റു ഡി എക്സ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതിയാലോ? ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 tan ക്യൂബ് എക്സ് ഇൻറ്റു, നോക്കിയവിടെ tan സ്ക്വയർ എക്സ് മൈനസ് 1 ആണ് എടുത്തത്. ആ ഇൻ്റഗ്രലിന് മുൻപിൽ ഒരു മൈനസ് ഉണ്ടല്ലോ. ഈ മൈനസിനെ നമുക്കിതാ ഈ ഒരു ഫാക്ടറിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ചേർത്താൽ tan സ്ക്വയർ എക്സ് മൈനസ് 1 എന്നുള്ളതിനെ തിരിച്ച് എനിക്ക് വേണമെങ്കിൽ 1 മൈനസ് tan സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഇത് 1 മൈനസ് tan സ്ക്വയർ എക്സ് ഇൻറ്റു, അടുത്ത് നോക്കി, tan സ്ക്വയർ എക്സ് പ്ലസ് 1 ആണ്. tan സ്ക്വയർ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് sec സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു sec സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വീണ്ടും നമുക്ക് പഴയതുപോലെ tan എക്സിന് ഒരു ടി എന്ന് കൊടുത്താൽ മതിയാകും അല്ലേ. tan എക്സിന് ടി കൊടുത്താൽ sec സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് എന്താകും? ഡി ടി ആയിട്ട് മാറത്തില്ലേ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എങ്ങനെ വരും? ഇവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റും കൂടി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സിന് 0 കൊടുത്താൽ ടി എന്ന് പറയുന്നത് tan 0 തന്നെയാകത്തില്ലേ. അതുപോലെ തന്നെ എക്സിന് π/4 കൊടുത്താൽ ടി എന്ന് പറയുന്നത് tan π/4 1 ആയിട്ട് മാറത്തില്ലേ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ 0 to π/4 മാറിയിട്ട് ഇൻ്റഗ്രൽ 0 to 1 ആയിട്ട് മാറും. ഇൻറ്റു tan ക്യൂബ് എക്സ്, tan എക്സ് ടി ആണ്. അപ്പോൾ അത് ടി ക്യൂബ് ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു sec സ്ക്വയർ എക്സ് ഡി എക്സ് ചേർത്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡി ടി എന്ന് കൊടുക്കാം അല്ലേ. അതായത് ഇൻ്റഗ്രൽ 0 to 1 ടി ക്യൂബ് മൈനസ് ടി റൈസ് ടു 5 ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്താലോ? ടി റൈസ് ടു 4/4 മൈനസ് ടി റൈസ് ടു 6/6 ഓവർ ദി ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റായ 1 കൊടുത്താൽ 1/4 മൈനസ് 1/6. ലോവർ ലിമിറ്റായ 0 കൊടുത്താൽ 0 മൈനസ് 0. അപ്പോൾ 1/4 മൈനസ് 1/6 എന്നാണ് കിട്ടുന്നത്. അഥവാ 1/12 എന്ന ആൻസർ വരും. അപ്പോൾ I2 എന്ന് പറയുന്നത് 1/12 ആണ്. I1 നമുക്ക് ഓൾറെഡി 0 എന്ന് കിട്ടിയിട്ടുമുണ്ട്. ശരിക്കും നമുക്ക് എന്താ ഇവിടെ ഫൈനലി കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് 7I1 പ്ലസ് 12I2 അല്ലേ. അപ്പോൾ 7I1 therefore 7I1 പ്ലസ് 12I2 ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു I1 എന്ന് പറഞ്ഞാൽ 0 എന്നല്ലേ കിട്ടിയത്, പ്ലസ് 12 ഇൻറ്റു 1/12 I2 അല്ലേ. അതായത് 0 പ്ലസ് 1. സോ ഫൈനൽ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടുക? 1 എന്നാണ് കിട്ടുക അല്ലേ. 1 എന്ന് ആൻസർ കൊടുത്തിരിക്കുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്.